അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ പലസ്തീൻ നാടകത്തിന് അനുമതി നിഷേധിച്ചതിനെതിരെ സംഗീത നാടക അക്കാദമി ചെയർമാൻ കരിവള്ളൂർ മുരളി ദ ലാസ്റ്റ് പ്ലേ ഇൻ ഗാസ എന്ന നാടകത്തിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിച്ചിട്ടും കലാകാരന്മാർക്ക് വിസ ലഭിച്ചില്ല. പലസ്തീൻ നാടക സംഘം ഇന്ത്യയിലേക്ക് വരേണ്ടതില്ലെന്ന് മുൻകൂട്ടി തീരുമാനിച്ച കേന്ദ്ര സർക്കാർ നടപടിയുടെ ഭാഗമാണിതെന്നും സംഗീത നാടക അക്കാദമി ചെയർമാൻ കുറ്റപ്പെടുത്തി. അധിനിവേശ ഭീകരത നേരിടുന്ന പലസ്തീനികളുടെ ജീവിതമാണ് ദ ലാസ്റ്റ് പ്ലേ ഇൻ ഗാസ എന്ന നാടകത്തിന്റെ പ്രമേയം. ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ നടന്ന അന്താരാഷ്ട്ര മേളയിൽ നാടകം അവതരിപ്പിക്കാനും തീരുമാനിച്ചിരുന്നു. എന്നാൽ ജനുവരി 27-ന് അവതരിപ്പിക്കാൻ നിശ്ചയിച്ച നാടകം അരങ്ങിലെത്തിയില്ല. ഇതിനു പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രേരിത നീക്കമാണെന്നാണ് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവള്ളൂർ മുരളിയുടെ ആരോപണം. ഫെബ്രുവരി 1-ന് ഇറ്റ്ഫോക്ക് അവസാനിക്കുന്നതിന് മുമ്പ് നമുക്ക് പലസ്തീൻ സംഘത്തെ ഇവിടെ എത്തിക്കാൻ പറ്റും. ഒരു ഷോയെ നടക്കുള്ളൂ എങ്കിലും അങ്ങനെ എത്തിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അവസാന നിമിഷം വരെയും ഈ നിമിഷം വരെയും അത് ലഭിച്ചില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ നാടകസംഘം വരണ്ട എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമാണ് അങ്ങനെ വരാതിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പലസ്തീൻ ആണ് എന്നുള്ളത് കൊണ്ട് തടഞ്ഞത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. പക്ഷേ ലാസ്റ്റ് പ്ലേ ഇൻ ഗാസ എന്ന പേര് നേരിട്ട് വന്നപ്പോഴേക്കും അതിന് തടസ്സം സൃഷ്ടിച്ചു എന്നാണ് കരുതുന്നത്. ടെൽ അവീവിൽ നിന്നും UK നിന്നുമുള്ള 5 കലാകാരന്മാരാണ് നാടക അവതരണത്തിനായി കേരളത്തിലേക്ക് യാത്രാനുമതി തേടിയത്. എന്നാൽ കാരണങ്ങൾ വെളിപ്പെടുത്താതെ ഇവർക്ക് വിസ നിഷേധിക്കുകയായിരുന്നു. പലസ്തീൻ പ്രമേയമാകുന്ന നാടകമായതിനാൽ നാടകം അവതരിപ്പിക്കേണ്ടതില്ലെന്ന തീരുമാനമാണ് കേന്ദ്രം നടപ്പിലാക്കിയതെന്നും കരിവള്ളൂർ മുരളി പറഞ്ഞു. ഇവിടെ നിന്നുള്ള ക്ലിയറൻസ് ഒക്കെ ലഭിച്ചിട്ടും ടെൽ അവീവിലെ ഇന്ത്യൻ എംബസി അത് നിഷേധിക്കേണ്ട കാര്യമില്ല. IFFK നിരവധി സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ നാൾക്ക് നാൾ ഈ ജനാധിപത്യാവകാശങ്ങളും സ്വാതന്ത്ര്യവും ആശയാവിഷ്കാരത്തിനുള്ള സ്വാതന്ത്ര്യവും പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, അത് നിലച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ. ഒരിക്കലും നിരാശയില്ല എന്ന് മാത്രമല്ല, ആ നാടകം കൂടെ അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഉണ്ടാകുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഇമ്പാക്റ്റ് അത് ഇല്ല എന്നതിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ സംവിധായിക അവിടെ നിന്ന് ഇറക്കിയിട്ടുള്ള ഒരു FB കുറിപ്പ് ഈ കേരളം മുഴുവൻ പങ്കുവെക്കുകയും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലും സമാനമായ നടപടിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ആശയാവിഷ്കാരത്തിനും ജനാധിപത്യത്തിനുമുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നതിന്റെ ഉദാഹരണമാണിതെന്നും കരിവള്ളൂർ മുരളി കുറ്റപ്പെടുത്തി. ന്യൂസ് മലയാളം, തൃശൂർ.